ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് പോകാം കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും ഒരു 1-2 മിനിറ്റിൽ നമുക്കിത് സോൾവ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിതിനൊരു അൽഗോരിതം ഉണ്ട്, അതായത് ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ഇത് പഠിച്ചെടുക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് ഒരു സൈഡ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. പല ആളുകളും ഒരു സൈഡ് മാത്രം ക്ലിയർ ചെയ്ത് ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കേട്ടോ. ആക്ച്വലി ഇത് നമ്മളൊരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. 1-2 മിനിറ്റ്, ഇനി അത്രയും വേണ്ട, നമുക്കൊരു അര മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന അൽഗോരിതം കുറച്ച് സ്പീഡായിട്ട് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 30 സെക്കൻഡിലൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതല്ലേ ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇതിന്റെ അൽഗോരിതം ഒക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 മണിക്കൂർ ഇതിന്റെ പുറകെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അൽഗോരിതം നമ്മളൊന്ന് ബൈ ഹാർട്ടാക്കി എടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ആദ്യം ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ബൈ ഹാർട്ടാക്കി എടുക്കുക. പിന്നെ ഒരു പ്രാവശ്യം സോൾവ് ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു 5-6 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതന്നെ ചെയ്ത് അങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്ത് ബൈ ഹാർട്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ആരുടെ മുമ്പിൽ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. അപ്പൊ എന്നാ വാ. ഓക്കെ, അപ്പൊ നമ്മളിത് മൊത്തം ഷഫിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്, ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ വൈറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് വൈറ്റ് കളർ ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ വൈറ്റ് സെന്റർ പീസ് എവിടെയാണുള്ളത് നോക്കുക, അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ക്രോസിൽ ഒരു പ്ലസ്. അപ്പൊ അതെങ്ങനെയാണുള്ളത് നോക്കാം. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നുമില്ല കേട്ടോ. നമ്മളൊരു ഐഡിയക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത്. പിന്നെ അത് വരുന്നത് അപ്പൊ നമ്മൾ വൈറ്റ് ഒരു ക്രോസ്, അതായത് ഒരു പ്ലസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാം ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ ഈ കോർണർ പീസസ്, ഇതെല്ലാം ഈ 4 കോർണർ പീസസ് സെറ്റ് ചെയ്യണം. കോർണർ പീസസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓറഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടത്തേക്ക് ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂവും വൈറ്റും ഓറഞ്ചും ഉള്ള പീസ് എവിടെയാണെന്നുള്ളത് നോക്കണം നമ്മൾ. അതാണ് നമ്മൾ ഈ ഒരു കോർണറിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതിവിടെ വന്നു, കണ്ടില്ലേ? ഇനി ഇപ്പുറത്തെ സൈഡ്, ഈ സൈഡിലേക്ക് ഓറഞ്ചും ഗ്രീനും ആണ് വരുന്നത്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഓറഞ്ചും ഗ്രീനും ഉള്ളത് എവിടെയാണെന്ന് നോക്കുക, അണ്ട് അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നുമില്ല, നമ്മളൊരു ഐഡിയക്ക് ചെയ്യാന്നുള്ളതാണ് അത്. പിന്നെ അത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ സെറ്റായി. ഇനി അടുത്ത ലൈന് ഇവിടെ ഗ്രീൻ വരണം, ഇവിടെ റെഡ് വേണം. ആ പീസാണ് ഇനി സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അത് എവിടെയാണെന്നുള്ളത് നമ്മളിതിൽ നോക്കാം. അതിവിടെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇപ്പൊ കണ്ടില്ലേ, അതും സെറ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ഓറഞ്ച് ഫുൾ സെറ്റായി, ഇവിടെ ഗ്രീൻ സെറ്റായി. ഇനി ഇവിടെ ലാസ്റ്റ് പീസ്, ഇവിടെ റെഡും അതുപോലെ തന്നെ ഇവിടത്തേക്ക് ബ്ലൂവും വരുന്ന പീസാണ് വേണ്ടത്. അതെവിടെയാണെന്നുള്ളത് നോക്കാം. അത് ഇവിടെ ഉണ്ട്, അതിനെയും കൂടെ അങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ലെയർ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. എല്ലാ സൈഡും സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ തിരിച്ചു പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇനി സെക്കൻഡ് ലെയർ ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ലെയർ, രണ്ടാമത്തെ ലെയറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു സ്റ്റെപ്പ് ആവശ്യമുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയി കിട്ടുള്ളൂ. അപ്പൊ ഇനി സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ലെയറാണ് സെറ്റ് ചെയ്യുന്നത്, അതായത് ഏത് കളറിനെയാണ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇവിടെയാണ്, ഇപ്പൊ ഈ ഓറഞ്ചിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓറഞ്ചും ഗ്രീനും ഉള്ളതാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതിന്റെ പീസ് ഇവിടെ മുകളിൽ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഓറഞ്ചും വരുന്നുണ്ട്, ഇവിടെ ഗ്രീനും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഇവിടത്തേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓറഞ്ച്, അതായത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ ഫേസ് ആയിട്ട് പിടിക്കുന്നത്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പിടിക്കേണ്ടത് അങ്ങനെയാണ്. അതായത് ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് പിടിക്കാം. അതായത് ഇതിവിടെ ഉണ്ട്, ഗ്രീൻ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് വെക്കുന്നതിന്റെ ഓപ്പോസിറ്റ്, നമുക്ക് ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ആ പീസ് ഇരിക്കുന്നത്.
എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഞാനിവിടെ കൊടുക്കുന്ന ഈ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്ക് അത് സെറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ? ഓക്കെ, സെറ്റല്ലേ? ഇവിടെ ഓറഞ്ച് വന്നിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ട് അല്ലേ? ഇതുപോലെ നമ്മൾ എല്ലാ കോർണേഴ്സും ഇനി സെറ്റ് ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇനി അടുത്തത് എവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത്? അടുത്തത് നമുക്ക് ഈ ഓറഞ്ചും ബ്ലൂവും വരുന്ന ഭാഗം ചെയ്യാം. അതായത് ഇവിടെ ഓറഞ്ച് വരുന്നുണ്ട്, ഇവിടെ ബ്ലൂ. അപ്പൊ അതിന്റെ പീസ് നമ്മുടെ മുകളിൽ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് ആ പീസ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പിടിക്കണം കേട്ടോ. നമുക്ക് ഇവിടത്തേക്കാണ് കൊണ്ടുവരേണ്ടത്, നമുക്ക് ഇവിടെ ആക്കിയിട്ട് അത് വെക്കണം. അപ്പൊ ഓറഞ്ച് ഇവിടെയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ കണ്ടില്ലേ, ഓറഞ്ച് ഇവിടെ ഉണ്ട്, നമുക്ക് ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഭാഗവും സെറ്റായിട്ട് കിട്ടും. അപ്പൊ കണ്ടില്ലേ, ഈ ഒരു ഭാഗവും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഇനി ഇവിടെയും കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുക. ബാക്കി 3 ഭാഗം സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഈ ഭാഗം സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഇവിടെയും സെറ്റ് ആയിട്ടുണ്ട്, ഇവിടെയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. കാരണം ഈ റെഡ് ഇങ്ങോട്ട് വരണം, ഈ ഗ്രീൻ ഇപ്പുറത്തേക്ക് വരണം, അങ്ങനെയാണ് വരേണ്ടത്. അത് ഇവിടെ യാദർശികമായി ഇവിടെ വന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് അതിനെ മാറ്റിയിട്ട് വീണ്ടും അവിടെ തന്നെ എത്തിക്കണം. അപ്പൊ അതിന് നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം, ആ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ അത് മുകളിലേക്ക് പോകും. എന്നിട്ട് കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ അത് മുകളിലേക്ക് പോകുന്നുണ്ട്, അത് ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ വീണ്ടും നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരണം. അത് നമ്മൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ റെഡ് ആണ്, ഈ ഭാഗത്തേക്കാണ്, ഇവിടേക്കാണ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ റെഡിനെ ഈ ഓപ്പോസിറ്റ് ആക്കിയിട്ട് പിടിക്കുക. അതിനുശേഷം നമ്മൾ ആ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഈ സെക്കൻഡ് ലെയറും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് യെല്ലോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോ ഓൾറെഡി ഒരു ഫിഷിന്റെ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഇങ്ങനെയല്ല ശരിക്കും വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ നമുക്ക് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇതിവിടെ ഫിഷ് വരുത്തണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ആ സ്റ്റെപ്പ് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ആ സ്റ്റെപ്പ് എങ്ങനെയാന്നുള്ളത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഫിഷ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോ ഇങ്ങനെയാണുള്ളതല്ലേ? ഈ ഒരു രൂപത്തിലാണുള്ളത്. അപ്പൊ ഇതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഇവിടെ യെല്ലോ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിനാദ്യം നമ്മളൊരു പ്ലസ് സെറ്റ് ചെയ്യണം. ഇവിടെ എങ്ങനെ നമ്മൾ നേരത്തെ വൈറ്റിൽ നമ്മൾ പ്ലസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പ്ലസ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ ഇവിടെ പ്ലസ് ആയി കിട്ടും. വേറെ ഒന്നും മാറിപ്പോകുന്നില്ല. ഇപ്പൊ ഈ 2 ലെയറും സെറ്റ് ആയിട്ടുണ്ടല്ലോ, അതിനൊന്നും മാറ്റമൊന്നും വരില്ല. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്യുക. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഈ യെല്ലോ നമ്മളെ ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ആ സ്റ്റെപ്പ് ഒന്ന് ചെയ്താൽ മതി. അപ്പൊ നമുക്കവിടെ പ്ലസ് കിട്ടും. ഫസ്റ്റ് നമുക്കിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് സപ്പോസ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ എൽ എന്ന് പറയുന്ന കോർണർ, അതിന് നമ്മൾ ഈ രൂപത്തിൽ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് ഒന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്ലസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫിഷ് കിട്ടും. അപ്പൊ അത് നമ്മളത് കിട്ടുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കത് കിട്ടും. അത് കിട്ടുന്നത് വരെ ട്രൈ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് ആ പ്ലസ് ആയി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വേറൊരു സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഒരു ഫിഷിന്റെ രൂപത്തിലായി കിട്ടും. ആ ഫിഷ് എങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ സ്റ്റെപ്പ് നമ്മൾ ആ ഫിഷ് കിട്ടുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം ചെയ്ത് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാവേണ്ട കാര്യമില്ല. വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു രൂപത്തിലായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇപ്പൊ ഞാനൊരു 3 പ്രാവശ്യം ഈ ഒരു സെയിം സ്റ്റെപ്പ് ചെയ്തപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. കാരണം ഒരു ഫിഷിന്റെ രൂപത്തിലായിട്ട്. എന്നിട്ട് ആ ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് പിടിക്കുക. നമ്മളിത് മുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് പിടിക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഒന്നും കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് യെല്ലോ ആയിട്ട് കിട്ടും. നോക്കോളൂ. ഓക്കെ, ഇപ്പൊ കംപ്ലീറ്റ് നമുക്ക് യെല്ലോ ഇവിടെ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താഴത്തെ ലെയറിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല, അത് അതുപോലെ തന്നെ ഉണ്ടല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയും പിന്നെ നമുക്ക് കളർ സെറ്റ് ആയിട്ടില്ല. ഒരു ഭാഗത്ത് മാത്രം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ?
ഇങ്ങനെ ചിലപ്പോൾ വരില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അതായത് ഒരു സൈഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക, ബാക്കി ഈ 3 സൈഡും ഇതുപോലെ വരുന്ന ഒരു രീതിയിലാണ് സാധാരണ വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ സ്കിപ്പായിട്ട് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി റെഡി ആയിട്ട് വരും. പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യും കേട്ടോ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഇത് കണ്ടില്ല, ഈ ഒരു രൂപത്തിലാണ് സാധാരണ വരിക. അതായത് ഈ യെല്ലോ ഇതുപോലെ തന്നെ ഉണ്ടാവും, ബാക്കി ഇപ്പൊ ഈ 3rd ലെയർ, അതായത് ലാസ്റ്റ് ലെയർ ഇങ്ങനെ കൊളായിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് സാധാരണ വരാറ്. പക്ഷെ യാദർശികമായിട്ട് ചിലപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതല്ല ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഇപ്പൊ ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒന്നും കൂടെ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെൻട്രൽ പീസ് ഉണ്ടല്ലോ, ഈ സെൻട്രൽ പീസ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. അതായത് ഈ ലെയർ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് വേണം ആ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം മാത്രം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ഈ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന അതേ സ്റ്റെപ്പിലേക്ക്, അതായത് അതേ പോസ്റ്ററിലേക്ക് ഇതായിട്ടുണ്ട്, ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, ഒരു ഭാഗം മാത്രം ക്ലിയർ ആയിട്ടുണ്ട്, ബാക്കി 3 സൈഡും ഇവിടെ സെൻട്രൽ പീസ് റെഡി ആയിട്ടില്ല അല്ലേ. ഇനിയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, ഫൈനൽ സ്റ്റെപ്പാണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ് ആവും. അപ്പൊ ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ കംപ്ലീറ്റ് ആയ ഭാഗത്തിന് നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, അതായത് പുറത്തേക്കായിട്ട് പിടിക്കുക. അതായത് ഫേസ് ആയിട്ട് പിടിക്കരുത്, തിരിച്ചു പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഇതിന് ശേഷം ഇതാ ഈ കാണിച്ചിരിക്കുന്ന, ഈ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പ് അത് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇതാ ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല, എല്ലാ ഭാഗവും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോ പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ 2-3 മണിക്കൂർ ചിലപ്പോൾ ഇതിന് വേണ്ടി എടുക്കേണ്ടി വരും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ റെഡി ആയെങ്കിൽ ആ ചെയ്ത അത്രയും ഭാഗം, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ വൈറ്റ് സെറ്റ് ചെയ്യാൻ പഠിക്കുക, ഫസ്റ്റ് പ്ലസ് ഉണ്ടാക്കുക, പിന്നെ ഇത് ഫുൾ വൈറ്റ് സെറ്റ് ചെയ്യുക. അതന്നെ ഒരു 3-4 പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം ട്രൈ ചെയ്യുക. എന്നിട്ട് അത് സെറ്റ് ചെയ്ത് അത് ഈസി ആക്കി എടുക്കുക. പിന്നെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുന്നത് പഠിക്കുക. അത് ഇതുപോലെ തന്നെ ഒരു 5-6 പ്രാവശ്യം നമ്മൾ ചെയ്ത് 5-6-10 പ്രാവശ്യം നമ്മൾ അതന്നെ അതുവരെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് ഈസി ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ യെല്ലോ സെറ്റ് ചെയ്യുന്നത് പഠിച്ചെടുക്കുക. അതും ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും ഒരുപാട് പ്രാവശ്യം, ഒരു 10 പ്രാവശ്യമെങ്കിലും അതുവരെ ചെയ്ത് അതൊന്ന് ഈസി ആക്കി എടുക്കുക. അതിനുശേഷം ഞാനീ പറഞ്ഞ പോലെ ഒരു കളറ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കളർ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് ഉണ്ട്, ആ ആൾക്കാരുണ്ട്, അത് ചെയ്ത് അത് പഠിച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഫൈനൽ സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതും ഒന്ന് ഈസി ആക്കി എടുക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. പിന്നെ ചെയ്യുന്നത് ഓർത്ത് വെക്കുക. നമ്മൾ ഒരു പ്രാവശ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും. അപ്പോൾ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട്, റൈറ്റ്, അപ്പ്, ഡൗണ്, ബാക്ക്, അങ്ങനെ ഓരോ ഫേസസിനും ഓരോ പേരുകളുണ്ട്. അതുപോലെ നമ്മളത് മൂവ് ചെയ്യുന്ന റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചിട്ട് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതിൽ പല കാറ്റഗറി വരുന്നത്. ഇതിപ്പോ 3x3 ആണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ 2x2 ഉണ്ട്, 3x3 ഉണ്ട്, 4x4, അങ്ങനെ പല രൂപത്തിൽ വരുന്നുണ്ട്. മിറർ ക്യൂബ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിരമിഡ് ടൈപ്പ് ഒരു ക്യൂബ് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.